ഇതിന് കനവില്ലല്ലേ, കാറ്റ് തീർച്ച സാധനം ആയതുകൊണ്ടല്ലേ. കാറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ, ലേസ് നമ്മൾ സാധാരണ ഇങ്ങനെ പാക്കറ്റ് വാങ്ങി പൊട്ടിക്കും കഴിക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലേസിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, നല്ല ഒരു സ്നാക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കവറൊക്കെ പൊട്ടിച്ച് നമുക്കിതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി സ്നാക്സ് ആക്കിയെടുക്കാം. നമുക്കിതിനെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ, ഇതിനെ പൊട്ടിച്ച് കാറ്റാണ് മെയിൻ ഇതിൻ്റെ, അല്ലാണ്ട് ഇതിന് സാധനമില്ല. ഇനി ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ തട്ടിച്ച് ഇതുകൂടെ അത്രേ ഉള്ളൂ. 10 രൂപ അല്ലേ, കാറ്റാണ് ലാഭം. പൊട്ടിക്കുക, പിന്നെ ഒന്ന് ഉടയ്ക്കുക. കാറ്റിൽ പണം അല്ലേ. കളർ മഞ്ഞയും പച്ചയൊക്കെ വെള്ള കളറാണ് കേട്ടോ അല്ലേ. സോപ്പ് മാത്രമേ ഉള്ളൂ കളർ. കഴിച്ചു നോക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇതിൻ്റെ ഫ്ലേവർ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അല്ലേ. ഒരേ ഇതല്ല, എല്ലാം ഇവിടെ ലോകത്ത് എവിടെ പോയാലും ഒരേ ഫ്ലേവർ. അതിന് ആ ഒരു ടേസ്റ്റാണ്. പിള്ളേർക്ക് ഭയങ്കര ജീവനാണ് സംഭവം ലേസ്. പക്ഷെ ഇവിടെ കാറ്റ് മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ അധികം വാങ്ങാറില്ല, എങ്കിലും ഇടയ്ക്ക് വാങ്ങി കഴിക്കും. ഇത് 10-200 കവർ കൊടുത്തിട്ടും ആകത്തിരി ഉള്ളടാ കഴിച്ചാൽ. മൊത്തം കാറ്റില്ല. അതെ, പാലക്കാടൻ കാറ്റ് ഇങ്ങനെ പാലക്കാടൻ കാറ്റില്ല, അതിൻ്റെ ഇടയിൽ ലേസിൻ്റെ കാറ്റ് കൊടുക്കും. ചുമ ചപ്പില്ലേ കവർ. ഉള്ളി തക്കാളിയൊക്കെ ഇതുപോലെ നമുക്ക് കുനുകുനുകുനാന്നരിയണം, ഓംപ്ലേറ്റ് അരിയും പോലെ. മല്ലിയിലിറങ്ങിയുള്ള മണം വന്നതല്ലേ. അയ്യോ, പതുക്കെ. ഇനിയാണ് നമ്മുടെ സംഭവം നമ്മൾ റെഡിയാക്കാൻ പറ്റുന്നത്. ആ കുറച്ചേ കിട്ടില്ല, അതിന് മുന്നിൽ തള്ളി കളഞ്ഞ. ഇനി കുറച്ച് ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ചെറുതായി അരിഞ്ഞ തക്കാളി, അടിപൊളി, പൊളിച്ച് തൊലി കളഞ്ഞ നിലക്കടല. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം.
മല്ലിയില, കുരുമുളക് പൊടി കുറച്ച്, കളിക്കോ. നല്ല ബേൽപൂരി പോലെ ഉണ്ട്. മതി, അടിപൊളിയല്ലേ, കളർഫുൾ ആയിപ്പോ. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് നോക്കാം. നല്ല മണമുണ്ടല്ലേ ചേച്ചേ? ആഹാ, ഓ അടിപൊളി. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. രതീഷൊക്കെ തുടങ്ങി. അടിപൊളിയാ. വെറുതെ ലേസ് കഴിക്കണത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് നല്ല രസമാണ് തിന്നെ കേട്ടാ. എങ്ങനെ കാണാട്ടാ? അടിപൊളിട്ടാ. കുരുമുളകും ഇതൊക്കെ കൂടി വന്നപ്പോണ്ടല്ലോ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം, പുളി, എരിവ് അല്ലേ? മക്കളെങ്ങനെയുണ്ട്? ആ നിലക്കടലയും ഇപ്പൊ ലേസ് മാറി നിൽക്കണം അല്ലേ? സംഭവം അടിപൊളി. നമ്മൾ കുറേ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓവർഫ്ലോയിൽ അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കാം അല്ലേ? അവരും ആസ്വദിക്കട്ടെ. അവർ ചിലപ്പോൾ ലേസ് കിട്ടിയിട്ടുണ്ടാവും തോട്ടാ. അത് ഇത്രയും എന്താ പറയുക, കുറേ ക്വാണ്ടിറ്റി അവർക്ക് വേണം കൊടുക്കാനായി. ഏത് ഓർഫണെ കൊണ്ട് കൊടുക്കാം. സംഭവം എന്നാലും കൂടുതൽ സാധനം കടലയും ഇതൊക്കെ കൂടി വരുമ്പോണ്ടല്ലോ നല്ല സൂപ്പറായിട്ട്. അങ്ങനെ നമ്മൾ ഓർഫണേജ് എത്തിയിട്ടുണ്ട്. മാമാണി ഭയങ്കര അപ്പോൾ നമ്മൾ എന്നും വരുന്ന ഓർമ്മയായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ കാലമായി ഇവിടെ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരില്ല. പക്ഷെ നമുക്ക് ഇവരെ കാണാണ്ട് ഒരു സമാധാനമുണ്ട്. ഞാൻ പലവട്ടം ഞാൻ സാധനം പാർസലാക്കി ഞാനും വന്ന് നമുക്ക് വിളമ്പി കൊടുക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ ആ 2 കുട്ടികളും ഇങ്ങോട്ട് അയക്കും. അവർ ഭക്ഷണം കൊടുക്കും. ഇവിടെ കൊടുത്തോണ്ട് അവർ വീട്ടിലേക്ക് വരും അല്ലേ? എന്നിട്ട് ഇവരാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയത് കൊണ്ട് നമ്മൾ തന്നെ എല്ലാത്തിലും നമുക്ക് വരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ആകുന്ന സഹായങ്ങളൊക്കെ നമ്മുടെ ഓർഫനേജിൽ ചെയ്യാം. ഞാൻ ഓർഫനേജ് ഡീറ്റെയിലൊക്കെ കൊടുക്കാം. അവിടെ ഫുഡോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളോ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഈ സഹായങ്ങൾ ഏറ്റുവാങ്ങാൻ അർഹതപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. വളരെ എന്താ പറയുക, പാവപ്പെട്ട ആളുകൾ, ഈ ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ച ആളുകളാണ്. നമുക്ക് വേണ്ടിയല്ല ഈ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ, ഇവർക്ക് എന്തെങ്കിലും ലഭിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ലേസ് കഴിച്ചില്ല അതുവരെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോ ഇനി നല്ല അടിപൊളി വിഭവങ്ങളുമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. ആഴ്ചയിൽ 1-2 ദിവസം വരാം. ഓക്കെ ഓക്കെ, ബൈ. പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു താങ്ക്സ് പറഞ്ഞു എല്ലാവരും. ഓക്കെ, താങ്ക്സ് പറഞ്ഞ കയ്യിൽ നിന്നിരിക്കണം.
വെൽക്കം. സൂപ്പർ അല്ല? ഓക്കെ, ഇനി വരാം, വരാം. ഓക്കെ. ആ